ഹായ്, എല്ലാവർക്കും നാടൻ രുചിയുടെ മറ്റു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. കേരള പൊറോട്ട. വീശി അടിക്കാതെ നല്ല സോഫ്റ്റുള്ള പൊറോട്ട, നല്ല ലെയറൊക്കെ ആയിട്ട് സോഫ്റ്റുള്ള പൊറോട്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. ഇവിടെ ഒരു 3 മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 3 മെത്തേഡിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ, കേരളത്തിലെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്കിപ്പോൾ അതിനാദ്യം തന്നെ മൈദ എടുക്കാം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം, അല്പം പഞ്ചസാര, മുട്ട ചേർക്കണം എന്നില്ല, പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം തളിച്ചെടുത്ത് നമ്മൾ ഇത് കുഴച്ചെടുക്കുക. ഇതുപോലെ പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ അല്പം പൊടി തൂവി കൊടുത്തിട്ട് വീണ്ടും കുഴയ്ക്കാം. നന്നായിട്ട് കുഴയ്ക്കണം. ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കണം. അത് അങ്ങനെ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. നമ്മളത് 10-20 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അല്പം നെയ്യും വെളിച്ചെണ്ണയും കൂടിയാണ്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് നന്നായിട്ട്, ഏത് പാത്രത്തിലാണ് എടുത്ത് വയ്ക്കുന്നത് അതിലേക്ക് തടവി കൊടുക്കുക. അതിൽ നമ്മൾ കുഴച്ച മാവ് എടുത്ത് വയ്ക്കുക. അതിൻ്റെ മീതെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് അത് കവർ ചെയ്ത് വെക്കണം. എന്നിട്ടത് 1-2 മണിക്കൂർ അത് അങ്ങനെ കവർ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ എടുത്തിട്ട് നമുക്കിതൊരു ബോളാക്കി വെക്കണം. അപ്പം അതിനുവേണ്ടി ഒരു പ്ലേറ്റ് തുടച്ച് അതിലേക്ക് അല്പം ഓയിൽ പുരട്ടി കൊടുത്തിട്ട് ഇത് കണ്ടല്ലേ, ബോൾ ഇതുപോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവന്നിട്ട് അതുപോലെ ചെയ്ത് അതിൽ നിന്ന് അങ്ങനെ ബോളാക്കിയിട്ട് നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. അങ്ങനെ അതുപോലെ എല്ലാ ബോളും അങ്ങനെ ആക്കി വയ്ക്കുക. അതിൻ്റെ മീത് അല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, തേച്ച് കൊടുക്കുക. അതിന് ശേഷം ആ നനഞ്ഞ തുണി വെച്ച് അത് കവർ ചെയ്ത് ഒരു 10-15 മിനിറ്റ് കൂടിയും വെച്ചേക്കുക. അവിടെ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് പരത്തേണ്ടത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഓരോ ബോളും എടുത്ത് മാക്സിമം നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കുക. കയ്യിൽ അല്പം ഓയിൽ തേച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ പരത്താനായിട്ട്. അത് കഴിഞ്ഞ് കട്ട് ചെയ്യുക. ഇതേണ്ട കട്ട് ചെയ്യുമ്പോൾ 2 പാർട്ടായിട്ട്. അതിൽ പക്ഷെ ഒരു കട്ട് ചെയ്യുമ്പോൾ ഒരെൻഡ് മൊത്തം കട്ട് ചെയ്ത് പോകരുത്, അല്ലാതെ ഇതുപോലെ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതൊരു മെത്തേഡ് ഇതുപോലെ എന്നിട്ട് റോൾ ചെയ്ത് വയ്ക്കാം. അടുത്ത് ഇങ്ങനെ പരത്തിയെടുക്കുക. പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നടുക്കടെ കട്ട് ചെയ്യാം. പക്ഷെ അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒരു എൻഡ് കട്ട് ചെയ്യരുത്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കുറേ ചെറിയ ചെറിയ കട്ടിങ് കൂടെ കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നല്ല അതിൻ്റെ ലെയേഴ്സ് വിട്ട് പോരും. പിന്നെ അല്പം പൊടി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയേഴ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ലെയേഴ്സ് വിട്ട് വരാനായിട്ട് എളുപ്പമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് അടുത്ത മെത്തേഡ് എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒന്നിച്ചെടുത്ത് റോൾ ചെയ്യണം. റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് എൻഡ് അടിയിലേക്ക് മടക്കി അങ്ങനെ വയ്ക്കണം. അങ്ങനെ മടക്കി ആ എൻഡ് അടിയിലേക്ക് വയ്ക്കുക. അതവിടെ വയ്ക്കുമ്പോൾ അല്പം ഓയിൽ അതിന്മേ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചുടണത് എന്ന് വെച്ചാൽ ഇങ്ങനെ കൈമേ അല്പം ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയിടണം. പത്തിച്ചിട്ട് അതിലേക്ക് അല്പം ഓയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ പരത്തി വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കുക. 2 സൈഡും നന്നായിട്ട് ചുട്ടെടുക്കുക. ഇടയ്ക്ക് ഇത്തിരി ഓയിലും മുകളിൽ തേച്ച് കൊടുക്കുക. 2 സൈഡും തേച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. ഇതുപോലെ എല്ലാം പരത്തി ഇതുപോലെ ചുട്ടെടുക്കണം. ഇതുപോലെ എല്ലാം ചുട്ടെടുത്തതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കണം. കയ്യിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് 2 കൈ കൊണ്ട് ശരിക്കും ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പം അതിൻ്റെ ലേസൊക്കെ നമുക്ക് കാണാൻ പറ്റും വിട്ട് പോരുന്നത്. എല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേരള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലെയേഴ്സൊക്കെ നിന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീശി അടിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ കുഴച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കണം. അതിനുശേഷം ഈ 3 മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊറോട്ട കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.